10:30 മണിക്ക് ഞാനും ഓനും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒരു കുപ്പി വെള്ളമായിട്ട് ഓൻ പോയതാ. അമ്മ ഞാൻ കിടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞ് പിന്നെ നീ വേഗം എണീക്കണേ, ഞാൻ ഉറങ്ങിപ്പോവും, മൊബൈലില്ലാത്ത എൻ്റെ കയ്യിൽ. അച്ഛൻ ഒരു മൊബൈൽ കൊണ്ടുപോയി, ഒരു മൊബൈലും അവൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ പറഞ്ഞു നീ 3 മണിക്ക് എണീക്കണേന്ന്. എന്നെ 4 മണിക്ക് വിളിച്ചാൽ മതി പറഞ്ഞ്. അപ്പോൾ ഇവരുടെ അടുത്ത് അലാരം വെച്ച് ഇവരെ ഫോണിൽ ഇവർ വന്ന് എന്നെ വിളിക്കലാണ്. അപ്പോൾ പിന്നെ 3 മണിയായപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറക്കം തട്ടി. ഞാൻ 3 മണിയായപ്പോൾ സമയം നോക്കിയപ്പോൾ മണി 3 ക്ലോക്കിൽ നോക്കിയപ്പോൾ അങ്ങനെ ഞാൻ മോനെ പോയി വിളിച്ചതാ. ബിജു എന്ന് വിളിച്ചപ്പോൾ ഇവ മിണ്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ പശുവിൻ്റെ അടുത്ത് കഴുകാൻ പോയതാന്ന് വിചാരിച്ചു 3 മണിക്ക്. അപ്പം ഞാൻ നോക്കുമ്പോൾ പിന്നെ ഒച്ചയൊന്നും കാണുന്നില്ല. ആലയിൽ പോയി നോക്കിയപ്പോഴും അവിടെ ഇല്ല. അപ്പം ഞാൻ വെറുതെ ഒന്ന് ലോക്ക് തുറന്ന് നോക്കി, ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനെയാണ് കിടക്കുന്നത്. സാധാരണ ഇങ്ങനെ നീളത്തിലാണ് കിടക്കുക. ഇത് കാല് രണ്ടും പുറത്ത് തൂക്കിയിട്ടിട്ട് കൈ ഇങ്ങനെ മലത്തിയിട്ട് കിടക്കുന്നത്. അപ്പോൾ നെഞ്ചത്തൊക്കെ ചോരേൻ്റെ പാട് കണ്ട്. കഴുത്ത് ഇങ്ങനെ ഈ ഭാഗമാണ്. അപ്പോൾ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നിലത്ത് നോക്കുമ്പോൾ ചോര കളം കെട്ടിയിട്ടുണ്ട്. ഞാൻ 2 കൈയും കൂട്ടി പൊന്തിച്ച് ഓനെ എണീക്കാൻ നോക്കാൻ. പൊന്തിച്ച് നോക്കുമ്പോൾ എണീക്കില്ല, കൈയൊക്കെ ഐസായിപ്പോയി. പിന്നെ ഈ ഏട്ടനെ വന്ന് വിളിച്ചതാ. മുരളി ബിജു മിണ്ടുന്നില്ല, ചോരയെ കുളിച്ച് കിടക്കണേ, എന്താ അറിയില്ല. ഇവൻ വന്ന് നോക്കുമ്പോൾ ഇവൻ പറയാം അയ്യോ എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ കഴിയില്ല, ആരെയും വിളിക്കട്ടെ എന്ന്. പോയി അപ്പുറത്തുള്ളവരെ വിളിച്ച്, മാർക്കറ്റിൽ പോയി പോട്ടർമാരെ വിളിച്ച് കൊണ്ടുവന്ന് അവരും നോക്കുമ്പോൾ അങ്ങനെ കിടക്കണം. പിന്നെ പോലീസിനെ വിളിച്ച്. ഇത് പുറത്തുനിന്ന് ലോക്ക് ഇട്ടുകൊണ്ടാണ്. മറ്റോ ഉള്ളിൽ കിടക്കുമ്പോൾ ഉള്ളിൽ ലോക്ക് ഇടും. പിന്നെ ഞങ്ങൾ 5:30 പാല് കൊണ്ടുപോകുമ്പോൾ വിളിക്കുമ്പോഴാണ് ലോക്ക് തുറന്ന് എണീച്ച് വരിക. ഇന്നലെ ലോക്ക് ഉള്ളിലല്ല പുറത്താണ് ഉള്ളത്. ലൈറ്റൊക്കെ ഫാനൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഓന് ഫാൻ ഇട്ടിട്ടാണ് കിടക്കുക. ഞാൻ എണീച്ച് പോകുമ്പോൾ ഫാനൊന്നുമില്ല, ഫാനൊക്കെ ഓഫാണ്. ഇത്രയാണ് സംഭവം ഉണ്ടായത്. ആരെങ്കിലും സംശയമുണ്ടോ ഈ ലഹരിന്റെ ആൾക്കാർ ആരെങ്കിലും അങ്ങനെ ആയിരിക്കുന്ന വിചാരിക്കുന്നത്? മോനെ ആരെ കണ്ടാലും പരിചയമില്ലാത്ത 1 മണിക്ക് കണ്ടാൽ ഓൻ ചോദ്യം ചെയ്യും. ഓന് കിടക്കാൻ പോകുമ്പോൾ 1 മണി 2 മണിക്ക് കിടക്കാൻ പോകുമ്പോൾ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് കിടക്കാൻ പോകും. അപ്പോൾ ആരെങ്കിലും പരിചയമില്ലാത്ത ആൾ ഇങ്ങനെ നടക്കുമ്പോൾ ഓൻ വിളിച്ച് ചോദിക്കും എന്താ നിങ്ങൾ എവിടെയാ എന്താന്നൊക്കെ വിളിച്ച് ചോദിക്കും. അങ്ങനെ എന്തോ ചോദിച്ചിട്ട് എങ്ങനെയോ സംഭവിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഓന് വിരോധക്കാരും ഇല്ല. അങ്ങനെ എന്തോ സംഭവിച്ചതാണ്. മയക്കുമരുന്നിൻ്റെ ആൾക്കാരെന്തോ ചെയ്തു പോയി എന്നാണ് നമുക്ക് ഇത്. ഞാൻ രാത്രി ഇവിടെ കിടക്കാൻ പറഞ്ഞു വീട്ടിൽ. രാത്രി ഇവിടെ കിടക്കും മോനെ, നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് എണീക്കുക, ഉറങ്ങിപ്പോയാൽ അറിയില്ലാന്ന്. ഇല്ല അമ്മ എനിക്ക് ഇവിടെ കിടന്നാൽ ശരിയാവില്ല, ഞാൻ ഇവിടെ തന്നെ പോയി കിടക്കട്ടെ. ഓൻ കാലങ്ങളായി ഇവിടെ കിടക്കുന്നത്. ഓൻ ഇവിടെ കിടക്കാൻ പോയതാ രാത്രി. ഞാൻ പറഞ്ഞു ഇവിടെ കിടക്കടാ, ഞാൻ ഉറങ്ങിപ്പോവും, ഫോണില്ലാത്തയല്ലേ. ഇല്ല അമ്മ ഞങ്ങൾ 4 മണിക്ക് എന്നെ വിളിച്ചാൽ മതി, ഞാൻ എണീക്കൂന്ന് പറഞ്ഞതാ.